ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ലക്ഷ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ കണവ കറിയാണ് കേട്ടോ. റോസ്റ്റ് അല്ല, കണവ കറിയാണ്. നല്ല വറുത്തരച്ച കണവ കറിയാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ കറിക്ക് വേണ്ട കണവ ഞാൻ കഴുകി വൃത്തിയാക്കി ഇതേപോലുള്ള പീസസ് ആക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ, അരയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ്. നമ്മുടെ കണവയ്ക്ക് അനുസരിച്ചിട്ട് തേങ്ങ എടുത്താൽ മതി. ഇത് ആദ്യം നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 3 കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ബ്രൗൺ കളറായിട്ടൊന്ന് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് തരണം കേട്ടോ. കരിഞ്ഞു പോകരുത്. നന്നായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി. വേണമെങ്കിൽ നമുക്ക് അല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് അത് വറുത്തെടുക്കാം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇത് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലൂടെ ഇട്ട് വെക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് തണുത്ത് കിട്ടും. അപ്പം നമ്മുടെ തേങ്ങ തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മളൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ള ഒരു സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം നമുക്ക്. സവാള ഒരു നന്നായിട്ട് വാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ടൊന്ന് മുറിച്ചത് അത് കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പച്ചമുളക് ചേർത്ത് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറി വെക്കാം. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ സവാള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടീസ്പൂണും ഒരു അല്പം കൂടി, ഏകദേശം അര തികച്ചില്ല, വേണമെങ്കിൽ 1/2 ടീസ്പൂൺ എടുക്കാം കേട്ടോ. കുരുമുളക് പൊടി ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടണം നമുക്ക്. നമ്മുടെ തക്കാളി ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കണവ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ സമയത്ത്. പിന്നെ വേണമെങ്കിൽ ചേർക്കാം. ഇപ്പം നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിത് മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഈ കണവയിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങും. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അതായത് നമ്മൾ ഈ കണവയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് പറ്റുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ കുറച്ച് 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അടച്ചു വെക്കാൻ തുടങ്ങിയിട്ട്. നമുക്ക് തുറന്നു നോക്കാം.
വെള്ളമൊക്കെ വറ്റി കണവ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ വറുത്തരച്ച് വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പൊ നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ കണവ കറി. എല്ലാവരും കറി ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. നമുക്ക് ആ തേങ്ങ വറുക്കാനും ആ കണവ ഒന്ന് വെന്ത് കിട്ടാനുള്ള പാടേ ഉള്ളൂ കേട്ടോ. അത്രയ്ക്ക് ഒരു താമസമേ വരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഒരു താമസം ഇല്ലാതെ ചെയ്തെടുക്കാൻ കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.